ഹേ ഗായ്സ്, അങ്ങനെ സമയം 3 മണിയായി. നേരെ അടുക്കളയിലേക്ക് വിട്ടിട്ടു. ഞാനും അമ്മയും കൂടെ 3 മണി അങ്ങോട്ട് ആയാൽ പിന്നെ സമയം പോണത് അറിയില്ല. അപ്പൊ ഇന്ന് ഞങ്ങൾ പത്തിരിക്ക് കൂടെ പുട്ടും ചുടാ വിചാരിച്ചിട്ടോ. എനിക്കും ഉമ്മക്കും പത്തിരി തിന്ന് മടുത്തോണ്ട് ഇന്ന് പുട്ട് തിന്നാൻ ഒരു പൂതി. അങ്ങനെ നമുക്ക് രണ്ടാക്കും മാത്രമായി ഞങ്ങൾ കുറച്ച് പുട്ട് ചുട്ടിട്ടോ. ബാക്കിയുള്ളവർക്ക് പത്തിരിയേ പറ്റുള്ളൂ. അതുകൊണ്ട് പത്തിരി ഫസ്റ്റ് തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു. അങ്ങനെ ആ പണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ ഇറങ്ങിട്ടോ. കട്ട്ലേറ്റ് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടൊന്നും ഞങ്ങൾ കട്ട്ലേറ്റ് ഉണ്ടാക്കിയത്. പിന്നെ ചെന്നൈക്കാതെ ആ ജ്യൂസ് അടിക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെ ജ്യൂസ് അടി അവിടെ നടക്കുമ്പോൾ ഞാൻ വേഗം ബ്രെഡ് വാട്ടാൻ വേണ്ടിയിട്ട് കോഴിമുട്ട എടുത്ത് പൊട്ടിച്ച് ചോദിക്കുകയാണ്. ഇപ്പൊക്കും ചെന്നൈക്കാർക്ക് എന്താണെന്നറിയില്ല, ബ്രെഡ് വാട്ടി കഴിക്കാൻ ഭയങ്കര പൂതി, അതുകൊണ്ട് ഇന്ന് അതാക്കിയത്. അങ്ങനെ 4-5 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് അതിലേക്ക് ഇതാ ആവശ്യത്തിന് പാൽ ഒഴിച്ചിട്ടോ. പാൽ ഒഴിച്ചാൽ നല്ല സോഫ്റ്റ് ആവും. പിന്നെ അത് അതിലേക്ക് 2-3 ഏലക്കയും കുത്തിയിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട്, പഞ്ചസാര കുറച്ചായിട്ടുള്ളൂ കേട്ടോ ഞങ്ങൾ. പിന്നെ നല്ലോണം അങ്ങോട്ട് മിക്സ് ആക്കി. അങ്ങനെ മിക്സ് ആക്കൽ കഴിഞ്ഞ് നേരെ അതിലിതാ ബ്രെഡ് മുക്കിയായിട്ട് പൊരിച്ച്. അങ്ങനെ മധുരത്തിന് ഇന്ന് ബ്രെഡ് വാട്ടി ഉണ്ടായല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. അങ്ങനെ വേഗം ബ്രെഡ് വാട്ടി എടുത്ത് ഞങ്ങൾ പ്ലേറ്റിലേക്ക് ആക്കി. ആ പണി അവിടെ തീർത്തിട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ തരിക്കഞ്ഞി ഉണ്ടാക്കാൻ ഇറങ്ങി. തരിക്കഞ്ഞി ഞങ്ങൾ എന്നും ഉണ്ടാക്കലില്ല കേട്ടോ. അപ്പൊ ഇന്നൊന്നും ഉണ്ടാക്കി വെക്കാൻ വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. എനിക്ക് വലിയ ലൈക്കൊന്നുമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ ഇറങ്ങി. കട്ട്ലേറ്റ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇന്നും ഞങ്ങൾ കട്ട്ലേറ്റ് ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ അമ്മ പെട്ടെന്ന് തന്നെ അത് സെറ്റാക്കി പൊരിക്കാനാക്കി. പിന്നെ കറി അടുപ്പത്തായി ഉണ്ട്. ഇന്ന് ഞങ്ങൾ ചിക്കൻ കറിയും മീൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പുട്ടിൻ്റെ കൂടെ മീൻ കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഉമ്മക്കും. അങ്ങനെ ഒരുവിധം എല്ലാം ഞങ്ങളത് സെറ്റായി. പിന്നെ എല്ലാം ടേബിൾമ കൊണ്ടുപോയി വെച്ചിട്ട്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ കട്ട്ലേറ്റ് ഉണ്ട്. പിന്നെ എന്നും ഉണ്ടാവണം നമ്മളെ വത്തക്കുണ്ട്. പിന്നെ ഞങ്ങൾക്ക് രണ്ടാക്കും മാത്രമായിട്ട് കുറച്ച് പുട്ട് ചുട്ടുണ്ട്. പിന്നെ മധുരം ഇല്ലാത്തതും മധുരം ഉള്ളതും ആയിട്ടുള്ള ചായ. പിന്നെ പത്തിരി. അതില്ലാണ്ട് അവിടെ നടക്കൂല കേട്ടോ. അതുകൊണ്ട് പത്തിരി ഫസ്റ്റ് നമ്മൾ ചുട്ടിക്കുന്നു. അപ്പൊ ഇന്നത്തെ നോമ്പുതുറ വിഭവങ്ങൾ ഇത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ബൈ.